കൊച്ചി മെട്രോ. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലെ കൊച്ചി നഗരത്തിൽ ഓടുന്ന അതിവേഗ ഗതാഗത സംവിധാനമാണ് കൊച്ചി മെട്രോ. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് (KMRL) കൊച്ചി മെട്രോ റെയിൽ പദ്ധതിക്കായി സ്ഥാപിതമായ ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ (SPV) ആണ്. 2012 ഡോക്ടർ മൻമോഹൻ സിംഗ് കൊച്ചി മെട്രോ ട്രെയിൻ പദ്ധതിക്ക് തറക്കല്ലിട്ടു. 2017 ജൂൺ 17 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആലുവ മുതൽ പാലാരിവട്ടം വരെയുള്ള പാത യാത്രക്കാർക്കായി തുറന്നുകൊടുത്തു. എല്ലാ ഭരണപരമായ പ്രവർത്തനങ്ങളും സ്ത്രീകൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ ട്രാൻസിസ്റ്റ് സംവിധാനമാണ് കൊച്ചി മെട്രോ. 3 ബോഗികളുള്ള അൽസ്റ്റോം മെട്രോപൊളിസ് ട്രെയിനുകളാണ് കൊച്ചി മെട്രോ ഉപയോഗിക്കുന്നത്. ഓരോ ട്രെയിനിനും 66.55 മീറ്റർ നീളമുണ്ട്. 975 യാത്രക്കാരെ വഹിക്കാൻ 136 സീറ്റുകളാണുള്ളത്. മെട്രോ ട്രെയിനുകൾ മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു. കൊച്ചിയുടെ ഭരണകർത്താക്കളായിരുന്ന രാജാക്കന്മാരുടെ ഔദ്യോഗിക വസതിയായിരുന്നു എറണാകുളത്ത് നിന്ന് 10 കിലോമീറ്റർ അകലെ തൃപ്പൂണിത്തുറയിലുള്ള കുന്നിന്മേൽ കൊട്ടാരം എന്നറിയപ്പെടുന്ന ഹിൽ പാലസ്. 1865 പണിതീർത്ത ഈ കൊട്ടാരം രാജകുടുംബത്തിൽ നിന്ന് സർക്കാർ ഏറ്റെടുത്ത ശേഷം സംസ്ഥാനത്തെ ആദ്യ പുരാവസ്തു മ്യൂസിയമാക്കി മാറ്റി. അങ്ങനെ സംസ്ഥാനത്തെ ആദ്യ പൈതൃക മ്യൂസിയമായി മാറി. 49ഓളം കെട്ടിടങ്ങളുടെ സമുച്ചയമാണ് ഇവിടെ. ചുറ്റും റോഡുകളും വൻമരങ്ങൾ നിറഞ്ഞ വലിയ തോട്ടവും വലയം ചെയ്യുന്നതാണ് ഈ കൊട്ടാര വളപ്പ്. പുരാതന കേരളീയ വാസ്തുവിദ്യയും വിദേശ ശൈലിയും ഒത്തുചേർന്നതാണ് നിർമ്മാണ രീതി. തട്ടുതട്ടായി തിരിച്ച 52 ഏക്കറോളം വരുന്ന ഉദ്യാനം മ്യൂസിയത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന എണ്ണച്ചായ ചിത്രങ്ങൾ, ചുവർച്ചിത്രങ്ങൾ, ശില്പങ്ങൾ, താളിയോലകൾ, കൊച്ചി മഹാരാജാക്കന്മാരുടെ അമൂല്യമായ വസ്തുക്കൾ, രാജസിംഹാസനങ്ങൾ എന്നിവ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ചിൽഡ്രൻസ് പാർക്ക്, ഡിയർ പാർക്ക് എന്നിവയും ഇവിടെയുണ്ട്. തിങ്കളാഴ്ച ഒഴികെ മറ്റെല്ലാ ദിവസങ്ങളിലും രാവിലെ 9 മുതൽ 12 വരെയും ഉച്ചയ്ക്ക് 2 മുതൽ 4:30 വരെയും സന്ദർശന സമയമാണ്. ആധുനിക കലാസൃഷ്ടികളുടെ ഒരു ഗാലറിയും ഇതിനൊപ്പം ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിന്റെ പൈതൃകം വെളിവാക്കുന്ന ഈ മ്യൂസിയം മലയാളികളുടെ അഭിമാനം കൂടിയാണ്. ജൂസ് സ്ട്രീറ്റ്, ജൂതത്തെരു. എറണാകുളം ജില്ലയിലെ ഫോർട്ട് കൊച്ചി ജൂത പൈതൃകത്തിന് പേരുകേട്ട ഒരു ചരിത്ര സ്ഥലമാണ്. കൊച്ചിയിലെ പഴയ രാജാവ് 1524 കൊച്ചി ജൂതന്മാർക്ക് ഈ ഭൂമി നൽകിയതായി വിശ്വസിക്കുന്നു. മട്ടാഞ്ചേരിയും ഫോർട്ട് കൊച്ചിയും ജൂത സമൂഹത്തിന്റെയും സംസ്കാരത്തെയും ആചാരങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു. പരദേശി സിനഗോഗ്, കടവുംഭാഗം മട്ടാഞ്ചേരി സിനഗോഗ് എന്നീ ജൂത ആരാധനാലയങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. മട്ടാഞ്ചേരി കൊട്ടാരത്തിനും സിനഗോഗിനും ഇടയിലാണ് ജൂതപട്ടണം അല്ലെങ്കിൽ ജൂതത്തെരുവ് സ്ഥിതി ചെയ്യുന്നത്. കൗതുകകരമായ മരക്കൊമ്പ് കൊത്തുപണികൾ, എണ്ണവിളക്കുകൾ, സുഗന്ധവ്യഞ്ജന പെട്ടികൾ, പുരാതന വസ്തുക്കൾ, ഇന്ത്യൻ വിഷയങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ എന്നിവ വിൽക്കുന്ന കടകളാൽ തെരുവ് നിറഞ്ഞിരിക്കുന്നു. ഏകദേശം 3 മീറ്റർ വ്യാസമുള്ള ഒരു വലിയ വെങ്കല പാത്രമായ വാർപ്പ് ഈ സ്ഥലത്തെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. AD 14-ാം നൂറ്റാണ്ടിൽ ജൂതന്മാർ കൊച്ചിയിലേക്ക് താമസം മാറുകയും അവിടെ പുതിയൊരു സിനഗോഗ് പണിയുകയും ചെയ്തു. ചരിത്രത്തിന്റെ ശേഷിപ്പായ ഈ പള്ളിക്ക് പുറത്ത് ഒരു വലിയ ഘടികാരം ഇപ്പോഴുമുണ്ട്. കൊളോണിയൽ കാലഘട്ടത്തിലെ കെട്ടിടങ്ങൾ ഈ തെരുവിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു. ഡച്ച് പാലസ് എന്നറിയപ്പെടുന്ന മട്ടാഞ്ചേരി കൊട്ടാരം കേരളീയ കൊളോണിയൽ വാസ്തുശൈലിയിൽ തീർത്ത മനോഹരമായ ഒരു ചരിത്ര സ്മാരകമാണ്. എറണാകുളത്ത് നിന്ന് 12 കിലോമീറ്റർ അകലെ മട്ടാഞ്ചേരിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കൊച്ചി മഹാരാജാവായ വീരകേരളവർമ്മയ്ക്ക് സമ്മാനമായി നൽകാൻ 1545 പോർച്ചുഗീസുകാരാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത്. 100 വർഷത്തിനു ശേഷം കൊച്ചിയിൽ സ്വാധീനം ഉറപ്പിച്ച ഡച്ചുകാർ ശ്രദ്ധേയമായ അറ്റകുറ്റപ്പണികൾ നടത്തിയതിനാൽ ഇതിനെ ഡച്ച് കൊട്ടാരമെന്ന് പിന്നീട് വിളിച്ചു. ചുമർ ചിത്രങ്ങളാൽ സമ്പന്നമാണ് ഈ കൊട്ടാരത്തിലെ മുറികൾ. രാമായണം, മഹാഭാരതം എന്നീ ഇതിഹാസങ്ങളിലെ കഥാസന്ദർഭങ്ങളും ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ വിഗ്രഹവും കേരളീയ ചുവർച്ചിത്ര ശൈലിയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. 300 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുണ്ട് ഈ ചുമർ ചിത്രങ്ങൾക്ക്.